സർക്കാർ ഞങ്ങളെ മറന്നിട്ടുണ്ടാവും ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും തരത്താതെ. അല്ലെ പിന്നെ വോട്ട് ചെയ്തു ചെയ്യാതെ ഇരുന്നാൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുമില്ല. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിനെ കേരളക്കാരെ ആരും മറന്നിട്ടില്ല. എന്നാൽ സർക്കാരും ഇവിടുത്തെ എംപിയും മറന്ന പക്ഷമാണ്. ഇവിടെ യാതൊരു സഹായവും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളമ്മ? ഇവിടെ റോഡും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, കുടിവെള്ളം ആവശ്യമുണ്ട്, പിന്നെ എന്താ സോളർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ എഴുതി കൊടുത്തതാണ്. അതൊന്നും കിട്ടിയിട്ടില്ല, ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ഞങ്ങളെ മറന്നിട്ടുണ്ടാവും ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും തരത്താതെ. അല്ലെ പിന്നെ വോട്ട് ചെയ്തു ചെയ്യാതെ ഇരുന്നാൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുമില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. MP രാജേഷ് ഒന്നും സഹായം തന്നിട്ടില്ല. വീട്ടിൽ വന്നായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോയി. അത്രയും ഞങ്ങൾക്കൊന്നും ഓർമ്മ ഒന്നും ഉണ്ടായിട്ടില്ല. ആൾക്കാർ വന്നു വരുന്നില്ല. ഞങ്ങൾക്കൊരു വെപ്രാളായിരുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. തന്നതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. MP തന്നിട്ടില്ല. മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തില്ല. മുഖ്യമന്ത്രി വരാൻ തന്നായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒരു റോഡ് സൗകര്യമോ കുടിവെള്ള സൗകര്യമോ ആരും ചെയ്ത് തന്നിട്ടില്ല. സർക്കാരും തന്നെ എല്ലാവരെയും കൂടെ തന്നെയാണ് പറയുന്നത്. സർക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതുവരെയും ഞങ്ങൾക്ക് റോഡ് സൗകര്യമോ അതുപോലെ കുടിവെള്ള സൗകര്യമോ ഒന്നുമേ ഇതുവരെ ചെയ്ത് തന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം വോട്ട് ബഹിഷ്കരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോളനിയിൽ 42 കുടുംബങ്ങളുണ്ട്. എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. MP രാജേഷ് ഇതുവരെയും അന്ന് മാത്രമേ MP രാജേഷ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഇവിടേക്ക് വരെ ഞങ്ങൾക്കൊരു സഹായം ഒരു സഹായവും ഞങ്ങൾക്ക് ഇവിടേക്ക് എത്തിയിട്ടില്ല. അതായത് ഞാൻ ചോദിച്ചാൽ ഇതിന് മുമ്പ്, അതായത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് 5 വർഷം മുമ്പ്, അതിനുശേഷം ഈ പ്രശ്നത്തിന് മുമ്പ് അല്ലാതെ ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ഈ വീട്ടിലേക്കല്ല ഈ പ്രദേശത്തോ വന്നായിരുന്നോ? ഈ പ്രദേശത്തോ എന്തെങ്കിലും സഹായമോ? ഇല്ല, വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ ഇത്തവണ വോട്ടാൻ പോകുന്നില്ലെന്നുള്ള തീരുമാനം? ഇപ്രാവശ്യം ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. എന്തിനാ വെറുതെ ചുമ്മാ വോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവരെ ജയിപ്പിച്ചിട്ട് എന്നാ കാര്യം? ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു തരാത്തത് നമ്മളെന്തിനാ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന കാര്യം ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ബഹിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.